ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരൊറ്റ കമൻറ്റ് കൊണ്ട് ജീവിതം മാറുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷേ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ യൂട്യൂബറായ രൺവീർ അൽബാദിയയ്ക്ക്. ഒരൊറ്റ കമൻറ്റാണ് രൺവീർ അൽബാദിയ എന്ന യൂട്യൂബറിന് വലിയൊരു പണി മേടിച്ചു കൊടുത്തത്. സമയ റൈന ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ യൂട്യൂബറാണ്. അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരു അടിപൊളി റിയാലിറ്റി ഷോ പുറത്തു വരികയാണ്, ഇന്ത്യ ഗോട്ട് ലേറ്റൻ. ഒരു റോസ്റ്റിംഗ് പ്രോഗ്രാമായിരുന്നു ഇന്ത്യ ഗോട്ട് ലേറ്റൻ എന്ന് പറയുന്നത്. അത് വരുന്ന മത്സരാർത്ഥികളും ജഡ്ജികളും തമ്മിൽ റോസ്റ്റിംഗ് ചെയ്യണം. പക്ഷേ ഈ റോസ്റ്റിങ്ങുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ റോസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഭാഷ എന്നത് അടിപൊളി ഡാർക്ക് കോമഡീസാണ്. ഡാർക്ക് കോമഡീസ് എന്താണെന്ന് നമുക്കറിയാം. സെക്സും അങ്ങനെയുള്ള വൾഗറായിട്ടുള്ള കമൻസും എല്ലാം കൂടെ ചേർന്നുള്ളതാണ് ഡാർക്ക് കോമഡീസ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണെങ്കിലോ, അത് തന്നെയാണ് രൺവീറിനും അടിപതറിയത്. രൺവീർ പറഞ്ഞ ഒരൊറ്റ കമൻറ്റിലൂടെയാണ് അയാളുടെ ജീവിതം തന്നെ കീഴ്മേൽ മറിഞ്ഞു പോയത്. അത്രയും നാളും അയാൾ ഉണ്ടാക്കിയെടുത്ത പോപ്പുലാരിറ്റിയും അയാളുടെ ബിൽഡപ്പ് ചെയ്തെടുത്ത സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള അയാളുടെ ബ്രാൻഡും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിക്കും. ഒരു വെടിക്ക് 2 പക്ഷിയും നമ്മൾ കേട്ടേ ഉള്ളൂ. പക്ഷെ ഒരു വെടിക്ക് ഇതിനകത്ത് വീണത് പല പക്ഷികളാണ്. പല വമ്പൻ പക്ഷികളും ഈ ഒറ്റ വെടിയിലൂടെ വീണു, ഇന്ത്യ ഗോട്ട് ലേറ്റൻ എന്ന പ്രോഗ്രാമിലൂടെ. അവർ പറഞ്ഞ കമൻറ്റുകളും വൾഗർ നിറഞ്ഞ അവരുടെ സംഭാഷണ ശൈലിയും കൊണ്ട് ആ പ്രോഗ്രാം വേറൊരു തലത്തിലേക്കാണ് ഉയർത്തെഴുന്നേറ്റത്. രൺവീർ അൽബാദിയുടെ യൂട്യൂബ് ചാനലായ ബിയർ പൈപ്സിപ്സിൽ അയാൾ പങ്കുവച്ചിരുന്ന വീഡിയോസ് എല്ലാം സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും മോട്ടിവേഷൻ സ്റ്റോറികളും അതുപോലെ തന്നെ നല്ലൊരു ലൈഫ് എങ്ങനെ ബിൽഡപ്പ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ്. ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെ ആയിരുന്നു അയാൾ കൂടുതൽ അപ്ലോഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഇത്രയധികം അറിവും കഴിവുമുള്ളൊരു ചെറുപ്പക്കാരൻ എന്ന നിലയിലായിരുന്നു ഞാനും കണ്ടിരുന്നത്. ഞാനും സ്ഥിരമായി കാണാറുള്ളൊരു ചാനലായിരുന്നു അയാളുടേത്. പക്ഷേ ഈ ഒരൊറ്റ കമൻറ്റിലൂടെ തന്നെ അത്രയും ഹേറ്റ് നമുക്കെല്ലാവർക്കും, അതായത് ഇന്ത്യയിലെ എല്ലാവർക്കും ഉണ്ടാകണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു മുഖംമൂടിയാണ്. മാതാപിതാക്കളുടെ സെക്സിനെ കുറിച്ച് വരെ വെച്ച് വൾഗർ കമൻറ്റ്സ് തയ്യാറാക്കുമ്പോൾ അത് കാണുന്നത് സാധാരണ പ്രേക്ഷകരും ഉണ്ടെന്നുള്ള കാര്യം ഒരുപക്ഷെ രൺവീർ മറന്നുപോയിരിക്കാം. കോടിക്കണക്കിന് ആളുകൾ വ്യൂവേഴ്സുള്ള യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വൾഗർ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ രൺവീർ വിചാരിച്ചിരുന്നത് മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ തന്നെ ഇവിടുത്തെയും യൂത്തന്മാരും യൂത്തത്തികളും എല്ലാം എടുക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ സമൂഹം അങ്ങനെയല്ല എടുത്തത്. കാരണം നമ്മുടെ സദാചാരബോധം അത് നമുക്ക് അനുവദിച്ചു തരുന്നില്ല. ഇങ്ങനെയുള്ള വൾഗർ കമൻറ്റ്സോ ഡാർക്ക് കോമഡീസോ അത്രയ്ക്കങ്ങ് ദഹിക്കുന്ന ആൾക്കാരല്ല നമ്മുടെ ഇന്ത്യക്കാർ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതികരണമാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒന്നും രണ്ടുമല്ല, നിരവധി കേസുകൾ രൺവീറിനെതിരെ ഉണ്ടായി. കേസുകളെല്ലാം വന്നെങ്കിലും പ്രശ്നം ഇത്രയും വഷളായെങ്കിലും നല്ലൊരു അപ്പോളജി അല്ല രൺവീർ ഇതിനെതിരെ കൊടുത്തതും. വളരെ നിസ്സാരമായ രീതിയിലായിരുന്നു ഒരു അപ്പോളജിയാണ് ആദ്യത്തെ പ്രതികരണത്തിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇയാളോടുള്ള ദേഷ്യം കൂടുകയും ചെയ്തു. പങ്കെടുക്കാനെത്തിയ മലയാളി പെൺകുട്ടിയോട് കേരളത്തിലെ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കുക വഴി കേരള സ്റ്റേറ്റിൻ്റെ ലിറ്ററസിയെ കളിയാക്കിയ സ്റ്റാൻഡപ്പ് കോമഡിയനായ ജസ്പ്രീത് സിംഗിനും കിട്ടി ഇൻസ്റ്റഗ്രാമിലൂടെ. നമ്മൾ മലയാളി പൊളിയല്ലേ, കമൻറ്റിൽ വന്ന് തൂക്കിയെടുത്തടിച്ചു. ഇനി ഈ ജന്മത്തിൽ ജസ്പ്രീത് സിംഗ് കേരള എന്ന് പറയില്ല. അതേ കണക്ക് അത്ര നല്ല ഊക്കാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പുള്ളിക്കാരന് കിട്ടിയത്. 2-3 ദിവസത്തിന് ശേഷം തന്നെ സമയ റൈനയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഇന്ത്യ ഗോട്ട് ലേറ്റൻ്റെ എല്ലാ വീഡിയോസും നീക്കം ചെയ്യപ്പെട്ടു. അത്തരത്തിലുള്ളൊരു അപ്പോളജിയാണ് സമയ റൈന നൽകിയത്. വ്യക്തമായ പ്രതികരണം രൺവീറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. തനിക്കെതിരെയും തൻ്റെ കുടുംബത്തിനെതിരെയും വധഭീഷണികളുണ്ടെന്നും അതുപോലെ തന്നെ രൺവീറിൻ്റെ അമ്മയുടെ ഹോസ്പിറ്റലിലേക്ക് രോഗികൾ എന്ന വ്യാജേന നിരവധി ആൾക്കാർ വരുന്നുവെന്നായിരുന്നു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ രൺവീർ അറിയിച്ചത്. അവസാനം ഗതികെട്ട് രൺവീർ സുപ്രീം കോടതിയിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. 1-2 സ്റ്റേറ്റുകളിലല്ല രൺവീറിനെതിരെ കേസുള്ളത്. ആസാം, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നീ സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് വക്കീൽ മുഖേന രൺവീർ നീങ്ങിയിട്ടുണ്ട്. എന്നാൽ രൺവീറിന് കിട്ടിയ മറുപടി സുപ്രീം കോടതിയിൽ നിന്നും ഞെട്ടിക്കുന്നതായിരുന്നു. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വൾഗാരിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്നല്ല. എന്തെങ്കിലും വൃത്തിയിട്ട കാര്യങ്ങളൊക്കെ
ചാനലുകളിൽ പോയി പ്രശസ്തിക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഛർദ്ദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഇവരെല്ലാവരും പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയധികം ബാധിക്കുമെന്നുള്ളൊരു തോന്നൽ രൺവീറിന് വേണമായിരുന്നു. അയാളുടെ വീഡിയോസിലെല്ലാം പറഞ്ഞതെല്ലാം സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ലൈഫ് വ്ലോഗ്സിന് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയൊരു അശ്ലീലമായ ഒരു കമൻ്റ് ഇടുമ്പോൾ ഒന്ന് ആലോചിക്കുമായിരുന്നു, ഇന്ത്യയുടെ സദാചാരബോധം എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും രൺവീറിന് ഇങ്ങനൊരു അവസ്ഥ വരില്ലായിരുന്നു. ജനപ്രീതി ഉണ്ടെന്ന് കരുതി എന്തും പറയാമെന്ന് വിചാരിക്കരുതെന്നാണ് സുപ്രീം കോടതി വഴി താക്കീത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ രൺവീറിൻ്റെ ചാനലായ ബിയർ ബൈസെപ്സിൽ ഉടനെയൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്തെന്നും ഒരു താക്കീതും കൊടുത്തിട്ടുണ്ട്. അറസ്റ്റ് ഒഴിവാക്കണം, അതുപോലെ തന്നെ എല്ലാ കേസുകളും, അതായത് വിവിധ സ്റ്റേറ്റുകളിലായിട്ട് നിലനിൽക്കുന്ന എല്ലാ കേസുകളും ഒറ്റ കേസാക്കണം എന്നീ ആവശ്യങ്ങളാണ് സുപ്രീം കോടതിയിലേക്ക് രൺവീർ അഭിഭാഷകൻ മുഖേന മൂവ് ചെയ്തത്. എന്നാൽ എല്ലാ കേസുകളും ഒരുമിച്ചാക്കാൻ കഴിയില്ലെന്നും അതുപോലെ തന്നെ അറസ്റ്റ് തടയാൻ സാധിക്കും. വധഭീഷണി ഉണ്ടെങ്കിൽ പോലീസ് സംരക്ഷണം നൽകാം. എന്നാൽ വായിക്കിടക്കുന്ന നാക്കാണ് ഇതിനെല്ലാം കാരണമെന്നും സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം തരുന്നുണ്ട്, സംസാരിക്കാനും സഞ്ചരിക്കാനും എല്ലാത്തിനും. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് അത് നമ്മൾ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അവിടെ കുരുക്ക് വീഴുന്നത്. പോപ്പുലാരിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നും നാഷണൽ ക്രിയേറ്റർക്കുള്ള അവാർഡ് മേടിച്ചൊരാളാണ്. അങ്ങനെയുള്ള ആൾ എന്തുകൊണ്ട് ആലോചിച്ചില്ല നാളെ തൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ തെറ്റ് വന്നാൽ ഇത്രയധികം ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന്? അതാണ് നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും ഓരോ കാര്യങ്ങൾക്കും വളരെയധികം മൂല്യമാണുള്ളത്. നമ്മളെ കേൾക്കാൻ ഇത്രയധികം ആളുകളുണ്ടെന്നുള്ളത് നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. ആ അലേർട്ടില്ലായ്മയാണ് ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥയെ കൊണ്ടെത്തിച്ചത്. യൂട്യൂബിലൂടെ അത്രയധികം പ്രശസ്തിയിലെത്തിയ ഒരാൾ യൂട്യൂബിലൂടെ തന്നെ ആ തിരിച്ചടി കേൾക്കുമ്പോൾ മനസ്സിന് നമുക്കൊരു വിഷമം വരും. കാരണം ഇത്രയധികം കഷ്ടപ്പെട്ട് ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്താണ്. നമുക്കറിയാം എത്രത്തോളം ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ച് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോയും മേക്ക് ചെയ്യുന്നത്. അത്രയധികം കഷ്ടപ്പെട്ടാണ് നമ്മൾ വലിയൊരു ലെവലിൽ എത്തുന്നത്. അപ്പോൾ ആ ലെവൽ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളെ വ്യൂവേഴ്സിനെയും അതുപോലെ നമ്മുടെ സമൂഹത്തിനോടും നമുക്ക് പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. നമ്മുടെ സമൂഹത്തിന് ചില മോറൽ വാല്യൂസ് ഉണ്ട്. ആ മോറൽ വാല്യൂസിനെല്ലാം കാത്തു സൂക്ഷിക്കേണ്ട ചുമതല നമ്മൾ ഇത്രയും വരെ കേൾക്കുന്നുണ്ട്. അത് ഇത്രയും ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണമായിരുന്നു. രൺവീറിന് ഒരു പക്ഷേ ആ സമയത്ത് അത് തോന്നിക്കാണില്ല. അതൊരു സ്റ്റാൻഡപ്പ് കോമഡി എന്ന രീതിയിലാണ് ഇങ്ങനെയൊരു കോമഡി അടിച്ചത്. പക്ഷെ ആ കോമഡി തൻ്റെ ജീവിതത്തിന് വലിയൊരു തിരിച്ചടിയാവുമെന്ന് ഒരിക്കൽ പോലും രൺവീർ കരുതിയില്ല. നാഷണൽ ലെവലിൽ തന്നെ ഭയങ്കര ചർച്ചകളാണ് ഇതിനെതിരെ നടന്നത്. കാരണം സദാചാരബോധത്തിന് ഒരിക്കലും നിരക്കാത്തൊരു പ്രവൃത്തിയാണ് രൺവീറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു കോമഡി എന്ന നിലയിലല്ല അത് എടുക്കേണ്ടത്. സമയ റെയ്നയുടെ ഇന്ത്യ കോട്ട് ലേറ്റൻ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞാൽ റോസ്റ്റിംഗ് എന്ന പേരിൽ ഡാർക്ക് കോമഡീസും അതുപോലെ തന്നെ ബോഡി ഷെയ്മിങ്ങും എന്ന് വേണ്ട ഏതൊക്കെ രീതിയിലുള്ള വൾഗർ ഐറ്റങ്ങളാണോ വൾഗർ കമൻസ് ആണോ അതാണ് ഈ ഒരു പരിപാടി നിറഞ്ഞു നിന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വീഡിയോസും നീക്കം ചെയ്യേണ്ടി വന്നതും. നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടെന്ന് കരുതി എന്തും എപ്പോഴും എങ്ങനെയും എവിടെ വെച്ചും സംസാരിക്കാം എന്നുള്ള സ്വാതന്ത്ര്യമല്ല നമുക്ക് നൽകുന്നത്. സഭ്യമായ ഭാഷ വേണം, അതുപോലെ തന്നെ സദാചാര ബോധം വേണം. നമ്മളൊരു സോഷ്യൽ ആനിമലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും പേര് നോക്കുന്നുണ്ട്. അങ്ങോട്ട് ശ്രദ്ധ ഒരിക്കലെങ്കിലും കരുതിയിരുന്നെങ്കിൽ ഇത്രയധികം ഒരു തിരിച്ചടി ഈ ചെറുപ്പക്കാർക്ക് ഉണ്ടാകില്ലായിരുന്നു. സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും ലൈഫിൽ മുന്നേറാനുള്ള മോട്ടിവേഷൻസൊക്കെ തന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഇത്രയധികം അടിപതറിപ്പോന്ന് കാണുമ്പോൾ മനസ്സിൽ ചെറിയൊരു വേദനയുമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമുണ്ട്. പല മുഖംമൂടികളും അഴിഞ്ഞു വീഴുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ. ഇനിയും എത്രയെത്ര മുഖംമൂടികൾ അഴിഞ്ഞു വീഴാനിരിക്കുന്നു.